ഇന്നുണ്ടല്ലോ ഞാനും അച്ഛനും കൂടെ നീലേശ്വരം മന്നംപുറത്ത് കാവിലേക്ക് പോവാണ്. നല്ല വെയിലായതുകൊണ്ടാണ് കേട്ടോ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് കുളിക്കേണ്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അച്ഛൻ്റെ പഴയൊരു ഫ്രണ്ടിനെയൊക്കെ കണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം ബസ് സ്റ്റോപ്പിലിരുന്ന് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ നീലേശ്വരത്തേക്ക് എത്തി കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള നല്ല കാവ്, കുറേ വനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു വളരെ ഒരു സൂത്തിങ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അതിൻ്റെ നടുക്കാണ് കേട്ടോ അമ്പലം. അപ്പോൾ നമ്മളൊരു ഉച്ചയോടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇങ്ങനെ ഫീൽ ചെയ്തിട്ട് പോകാൻ പറ്റുക. കാരണം അതിൻ്റെ ഉള്ളിൽ ചെന്ന ഒരുപാട് ഇങ്ങനെ കിളികളും കാര്യങ്ങളൊക്കെ വിച്ച് ഈസ് ആക്ച്വലി നമുക്കൊരു മനസ്സിനൊരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ഡെഫിനറ്റ്ലി. പിന്നെ കുറേ വവ്വാലൊക്കെ ഉണ്ടായിരുന്നിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ കൊച്ചയൊക്കെ ഭയങ്കര ഒക്കെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് കുറിയൊക്കെ ഇട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന് ഉച്ചയായതുകൊണ്ട് കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ പൂജയുടെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൂജയൊക്കെ കണ്ടു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുളം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ മീനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മീനിനെയൊക്കെ കണ്ട് തിരിച്ച് അതിലേക്ക് കുറച്ച് നടന്ന് മടങ്ങി വന്നു കേട്ടോ. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഞാനും അച്ഛനും കൂടെ തിരിച്ചു വന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രസാദത്തിൽ ചിക്കൻ ഉണ്ടാവും കേട്ടോ. പയറും ചിക്കനൊക്കെ ഉള്ളൊരു പ്രസാദമാണ് ഇവിടുന്ന് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്.